എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി ഫസ്റ്റ് അലോട്ട്മെന്റ് റിസൾട്ട് ജൂൺ 2-ാം തീയതിയോടെ പ്രസിദ്ധീകരിക്കും. അപ്പോൾ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്, വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ നേടണോ അല്ലെങ്കിൽ പെർമനന്റ് അഡ്മിഷൻ നേടണോ എന്നുള്ളത്. അതുപോലെ അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നും നിങ്ങൾ ചോദിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്, ഞാൻ ഫൈനൽ കൺഫർമേഷൻ ചെയ്യാനായിട്ട് വിട്ടുപോയി, അപേക്ഷയിൽ യാതൊരുവിധ എഴുത്തും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, അങ്ങനെയെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നുള്ളത്, അലോട്ട്മെൻറ്റ് കിട്ടത്തില്ലേ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സംശയത്തിനുള്ള ഉത്തരങ്ങളിലേക്ക് വരാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഫൈനൽ കൺഫർമേഷൻ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നുമില്ല. അതായത് ഓൾറെഡി നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് മുമ്പായിട്ട് തന്നെ, അതായത് ഈ ഒരു ആദ്യം അപേക്ഷ സമർപ്പിച്ച സമയത്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൺഫേം ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ കൺഫേം ചെയ്ത ശേഷം നിങ്ങൾക്കൊരു പ്രിൻ്റ് ഔട്ട് ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. അതിനുശേഷം ട്രയൽ അലോട്ട്മെൻറ്റ് വന്ന് നിങ്ങൾ ട്രയൽ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നുമില്ല. ഓൾറെഡി നിങ്ങൾ ഫൈനൽ കൺഫർമേഷൻ ട്രയൽ അലോട്ട്മെൻറ്റിന് മുമ്പായിട്ട് ചെയ്തിട്ടില്ല എങ്കിൽ മാത്രമേ ഇപ്പോൾ ഫൈനൽ കൺഫർമേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ പ്രോബ്ലം വരത്തുള്ളൂ. എന്നാൽ നിങ്ങൾ ഓൾറെഡി ഫൈനൽ കൺഫർമേഷൻ ചെയ്ത ഒരു വിദ്യാർത്ഥികൾ ആയി, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ടും കാര്യങ്ങളൊക്കെ ലഭിച്ചതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നിങ്ങൾക്ക് പ്രോബ്ലം ഇല്ല, നിങ്ങളെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുന്നതായിരിക്കും. ഈ ഒരു ഫൈനൽ കൺഫർമേഷൻ ചെയ്യണമെന്ന് പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, നിങ്ങൾ ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം അപേക്ഷയിൽ എന്തെങ്കിലും തരത്തിലുള്ള എഡിറ്റിങ്ങുകളും കാര്യങ്ങളും, അതായത് എഡിറ്റിങ്ങുകളോ അല്ലെങ്കിൽ പുതുതായിട്ട് സ്കൂൾ കോഴ്സ് ഓപ്ഷനുകളോ നൽകിയിട്ടുണ്ടെങ്കിൽ അത് സേവ് ചെയ്ത ശേഷം പിന്നീട് ഫൈനൽ കൺഫർമേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ പുതുതായിട്ട് നിങ്ങൾ വരുത്തിയിട്ടുള്ള എഡിറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അടുത്ത ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ പരിഗണിക്കത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഫൈനൽ കൺഫർമേഷൻ ചെയ്യണമെന്ന് പറയുന്നത്. നിങ്ങൾ അഥവാ ഫൈനൽ കൺഫർമേഷൻ ചെയ്യാനായിട്ട് വിട്ടുപോയി എന്നുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് പ്രോബ്ലംസും കാര്യങ്ങളൊന്നും ഇല്ല. ഇനി വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ പെർമനൻറ്റ് അഡ്മിഷൻ നേടണോ ടെമ്പററി അഡ്മിഷൻ നേടണോ എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ടെമ്പററി അഡ്മിഷൻ നേടണോ പെർമനൻറ്റ് അഡ്മിഷൻ നേടണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന ഓപ്ഷൻ അനുസരിച്ചിട്ടാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്നതാണ്, അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടി, നിങ്ങളുടെ അപേക്ഷയിൽ നിങ്ങൾക്ക് തെറ്റുകളൊന്നും ഇല്ല, എന്നാലും നിങ്ങൾ സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിൽ നിങ്ങളെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കുകയും പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകളിൽ നിങ്ങളെ പരിഗണിക്കുകയുമില്ല. അതുപോലെ പിന്നീട് പുതുതായിട്ട് HSC അതായത് ഹയർ സെക്കൻഡറി വിഭാഗത്തിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതും അല്ല. എന്നാൽ വിദ്യാർത്ഥികളുടെ ആപ്ലിക്കേഷനിലെ എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ കാരണം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടും സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ ലഭിച്ചിട്ടില്ല എങ്കിൽ വിദ്യാർത്ഥികൾക്ക് പിന്നീട് സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു തെറ്റായ വിവരങ്ങൾ തിരുത്തിക്കൊണ്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും സ്കൂളിൽ പോയിട്ട് ഒന്നുകിൽ ടെമ്പററി അഡ്മിഷനോ അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷനോ നേടുക. അപ്പോൾ എന്താണ് ടെമ്പററി അഡ്മിഷൻ എന്ന് പറയാം. ടെമ്പററി അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ ഫീസും കാര്യങ്ങളൊന്നും കൊടുക്കാതെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ മാത്രം കൊടുത്തുകൊണ്ട് നിങ്ങൾ നേടുന്ന അഡ്മിഷനാണ് ടെമ്പററി അഡ്മിഷൻ എന്ന് പറയുന്നത്. അതേസമയം പെർമനൻറ്റ് അഡ്മിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ എല്ലാവിധ ഡോക്യുമെൻസും, അതായത് അപേക്ഷയിൽ കൊടുത്തിട്ടുള്ള എല്ലാവിധ ഡോക്യുമെൻസും സ്കൂളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ നൽകുകയും അതോടൊപ്പം തന്നെ അഡ്മിഷൻ ഫീസ് അടച്ചുകൊണ്ട് നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കുകയും ചെയ്യുന്നതാണ് പെർമനൻറ്റ് അഡ്മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഒന്നുകിൽ ടെമ്പററി അഡ്മിഷൻ നേടാം അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ നേടാവുന്നതാണ്. ഇനി ആരൊക്കെയാണ് പെർമനൻറ്റ് അഡ്മിഷൻ നേടാൻ എന്നുള്ളത് നിർബന്ധമുള്ളത്, ടെമ്പററി അഡ്മിഷൻ ആർക്കൊക്കെ നേടാം എന്ന് നോക്കാം. ഇപ്പോൾ ഒരു വിദ്യാർത്ഥി ഇപ്പോൾ 10 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ആ ഒരു വിദ്യാർത്ഥിക്ക് അതായത് 10 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെ കൊടുത്ത സമയത്ത് വിദ്യാർത്ഥിക്ക് അതായത് അലോട്ട്മെൻ്റ് ആയിട്ട് കിട്ടിയത് ഒന്നാമത്തെ ഓപ്ഷൻ ആണെങ്കിൽ ആ ഒരു വിദ്യാർത്ഥി അവിടെ പെർമനൻറ്റ് അഡ്മിഷൻ നേടണം. കാരണം ആ ഒരു വിദ്യാർത്ഥിക്ക് ഇതിന് മുകളിലായിട്ട് മറ്റു ഓപ്ഷൻ ഇല്ല. ഇവിടെ ഒന്നാമത്തെ ഓപ്ഷൻ കിട്ടിയതുകൊണ്ട് തന്നെ ബാക്കി ഓപ്ഷൻസ് ഓട്ടോമാറ്റിക്കലി റിമൂവ് ചെയ്യപ്പെടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന ആ ഒരു സ്കൂളിൽ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ നേടേണ്ടി വരുന്നതാണ്. ഇനി അതേസമയം നിങ്ങൾക്ക് രണ്ടാമത്തെ ഓപ്ഷനോ ഇതിന് താഴെയുള്ള മറ്റേതെങ്കിലും ഓപ്ഷനാണ് അലോട്ട്മെൻ്റ് ആയിട്ട് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ, അതായത് ഫീസ് അടക്കാതെയുള്ള അഡ്മിഷൻ നിങ്ങൾക്ക് നേടാവുന്നതും അതിനുശേഷം അടുത്ത അലോട്ട്മെൻറ്റിനായിട്ട് മറ്റൊരു ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യാവുന്നതും ആണ്. ഇനി അതല്ല, നിങ്ങൾക്ക് രണ്ടാമത്തെ ഓപ്ഷനോ അതിന് താഴെയുള്ള മറ്റേതെങ്കിലും ഓപ്ഷനാണ് കിട്ടിയത്, ആ ഒരു കിട്ടിയ ഓപ്ഷൻ തന്നെ മതി അവിടെ പെർമനൻറ്റ് അഡ്മിഷൻ നേടാനാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ പെർമനൻറ്റ് അഡ്മിഷൻ നേടുകയും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് ഒരു ഫോം കിട്ടും. അപ്പോൾ ആ ഒരു ഫോമിൽ നിങ്ങൾക്ക് ഏതൊക്കെ ഓപ്ഷൻസ് ആണോ വേണ്ടാത്തത് അതിനെ നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതുമാണ്. അതായത് ഒരു ഉദാഹരണം പറയാം, എനിക്കിപ്പോൾ 7ാമത്തെ ഓപ്ഷനാണ് കിട്ടിയത്, അവിടെ എനിക്ക് പെർമനൻറ്റ് അഡ്മിഷൻ നേടാം. അവിടെ ടെമ്പററി അഡ്മിഷൻ നേടാമെങ്കിലും എനിക്ക് അവിടെ പെർമനൻറ്റ് അഡ്മിഷൻ മതി, ആ ഒരു സീറ്റ് തന്നെ മതി. ഇനി മറ്റൊരു ഓപ്ഷനൊന്നും നോക്കുന്നില്ല എങ്കിൽ നിങ്ങൾ സ്കൂളിൽ നിന്ന് ഒരു ആപ്ലിക്കേഷൻ ഫോം കിട്ടും, അതായത് ഓപ്ഷൻ ക്യാൻസലേഷൻ ചെയ്യാനായിട്ടുള്ള ഓപ്ഷനാണ്. അപ്പോൾ ആ ഒരു ഫോം വാങ്ങി നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ അതിൽ കൃത്യമായിട്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് നിങ്ങൾക്ക് ഏതൊക്കെ ഓപ്ഷനുകളാണ് റിമൂവ് ചെയ്യേണ്ടത്, ആ ഒരു ഓപ്ഷൻ്റെ നമ്പറും അതുപോലെ തന്നെ ഏതൊക്കെ ഓപ്ഷനുകളാണ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് അതിൽ രേഖപ്പെടുത്തിയ ശേഷം നിങ്ങളും നിങ്ങളുടെ രക്ഷിതാവും അതിൽ സിഗ്നേച്ചർ ഇടുകയും ആ ഒരു അപേക്ഷ സ്കൂളിൽ കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടാത്ത ഹയർ ഓപ്ഷനുകൾ റിമൂവ് ചെയ്യുകയും ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ നിർബന്ധമായിട്ടും ഒന്നുകിൽ ടെമ്പററി ആയിട്ടോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടോ അഡ്മിഷൻ നേടേണ്ടതാണ്.
ഇതിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച് അഡ്മിഷൻ നേടാത്ത വിദ്യാർത്ഥികളുടെ അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുകയും അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് നിങ്ങളെ പുറത്താക്കുകയും ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ച് അഡ്മിഷൻ നേടിയിട്ടില്ല എങ്കിൽ, അതായത് അപേക്ഷയിലെ തെറ്റ് കാരണം സ്കൂളിൽ നിന്ന് നിങ്ങൾക്ക് അഡ്മിഷൻ തരാതിരിക്കുകയല്ല, നിങ്ങൾ സ്കൂളിൽ അഡ്മിഷനായിട്ട് പോകാതിരിക്കുകയാണെങ്കിൽ നിങ്ങളെ നോൺ ജോയിൻ ആയിട്ട് കണക്കാക്കുകയും വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കപ്പെടുകയും പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കപ്പെടുന്നതും ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളുകളിൽ ടെമ്പററി ആയിട്ടോ പെർമനൻ്റ് ആയിട്ടോ അഡ്മിഷൻ നേടേണ്ടതാണ്. അതേസമയം അലോട്ട്മെൻ്റ് ഒന്നും കിട്ടാത്ത വിദ്യാർത്ഥികൾ അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുക. അതുപോലെ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി രണ്ടിലും അലോട്ട്മെൻറ്റ് കിട്ടുന്ന വിദ്യാർത്ഥികൾ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് അഡ്മിഷൻ നേടുക. എന്നാൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്, ഹയർ സെക്കൻഡറി അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഹയർ സെക്കൻഡറിയിൽ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ വിദ്യാർത്ഥികളെ നോൺ ജോയിൻഡ് ആയിട്ട് കണക്കാക്കുകയും അലോട്ട്മെൻറ്റ് പ്രോസസ്സുകളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കുകയും ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു ഒന്നുകിൽ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ടെമ്പററി ആയിട്ടോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടോ അഡ്മിഷൻ നേടാവുന്നതാണ്. ടെമ്പററി ആയിട്ട് അഡ്മിഷൻ നേടിയ ശേഷം വിദ്യാർത്ഥികൾക്ക് അടുത്ത അലോട്ട്മെൻറ്റിൽ മറ്റൊരു ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ആദ്യം കിട്ടിയ സീറ്റ് പോകുകയും പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന ആ ഒരു സ്കൂൾ ഏതാണോ, കോഴ്സ് ഏതാണോ അവിടേക്ക് നിങ്ങൾക്ക് മാറാൻ സാധിക്കുന്നതും ആയിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.